മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജൂലൈ മാസം 19-ാം തീയതി പുതിയതായി OTT-യിൽ റിലീസായതും ഇനി റിലീസാവാൻ പോകുന്നതുമായ മൂവികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അഹമ്മദ് ഖാൻ സംവിധാനം ചെയ്തൊരു ബോളിവുഡ് കോമഡി ചിത്രമാണ് വെൽക്കം ടു ദി ജംഗിൾ. അക്ഷയ് കുമാർ, സാക്കിർ ഹുസൈൻ, അർഷാദ് വാർസി, സുനിൽ ഷെട്ടി എന്നിവർ ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നു. പ്രശസ്ത കോമഡി ഫ്രാഞ്ചൈസിയായ വെൽക്കം പരമ്പരയിലെ മൂന്നാമത്തെ ചിത്രമാണിത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 21 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ധ്യാൻ ശ്രീനിവാസൻ നായകനായി എത്തിയൊരു സൂപ്പർ നാച്ചുറൽ ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് സീക്രട്ട് ഓഫ് കലിംഗ. കോളേജ് സ്ഥിതി ചെയ്യുന്നത് പഴയ കലിംഗ രാജ്യത്തിന്റെ ഭൂമിയിലാണ്. അവിടുത്തെ ഒരു കിണറ്റിൽ നൂറ്റാണ്ടുകളായി തടവിലാക്കപ്പെട്ട ഒരു രാജകുമാരിയുടെ ആത്മാവിനെ ഒരു പുതുവർഷ രാവിൽ വിദ്യാർത്ഥികൾ യാദൃശ്ചികമായി ഈ കിണറിന്റെ സീൽ പൊട്ടിക്കുന്നു. അതോടെ ആത്മാവ് മോചിപ്പിക്കപ്പെടുകയും ഇതിലൂടെ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. സനീഷ് ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ധ്യാൻ ശ്രീനിവാസനെ കൂടാതെ അൽതാഫ് സലീം, മാളവിക മേനോൻ, റിയാസ് ഖാൻ എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. റിപ്പോർട്ടുകൾ പ്രകാരം സൺനെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 24 മുതൽ ഈ മൂവി OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് ഒരു തെലുങ്കു സൈക്കോളജിക്കൽ ഡ്രാമ ഡാർക്ക് കോമഡി ചിത്രമാണ് റാവോ ബഹദൂർ. സത്യദേവ് പ്രധാന വേഷത്തിലെത്തി വെങ്കടേഷ് മഹ സംവിധാനം ചെയ്ത ഈ സിനിമ ജാതിയും പാരമ്പര്യവും സാമൂഹിക വ്യവസ്ഥകളും മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കുന്ന ആഘാതങ്ങളെയാണ് ചിത്രം വരച്ചു കാണിക്കുന്നത്. ഓഗസ്റ്റ് മാസം 7 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ തെലുങ്കു, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് റൊമാന്റിക് ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ചിന്ന ചിന്ന ആസൈ. വാരണാസിയുടെ പശ്ചാത്തലത്തിൽ അണിയിച്ചൊരുക്കിയ ഈ സിനിമയിൽ ഇന്ദ്രൻസ്, മധുബാല എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. വർഷ വാസുദേവ് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ടൂർ സംഘത്തിൽ നിന്നും വേർപെട്ടുപോയ നായിക ലീനയും മറ്റൊരു വ്യക്തിയും തമ്മിൽ വാരണാസിയിൽ വെച്ച് കണ്ടുമുട്ടുന്നതും അവർ തമ്മിൽ ഒരു പ്രത്യേക അടുപ്പം രൂപപ്പെടുകയും ചെയ്യുന്നു. ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഈ ഫീൽ ഗുഡ് റൊമാന്റിക് ഡ്രാമ ഫിലിമിന് തിയേറ്ററിൽ നിന്നും നല്ല റെസ്പോൺസാണ് ലഭിച്ചത്. ജിയോ ഹോട്ട്സ്റ്റാർ ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 28 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു കോർട്ട് റൂം ഡ്രാമ വെബ് സീരീസ് ആണ് ഒബ്ജെക്ഷൻ മൈ ലോർഡ്. ശ്രീകാന്ത് മേക്ക, അനന്യ ശർമ്മ, മുകേഷ് ഋഷി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഈ സിനിമയിൽ നീതിന്യായ വ്യവസ്ഥ നേരിടുന്ന വെല്ലുവിളികളും ശക്തമായ കോടതി മുറിയിലെ വാദപ്രതിവാദങ്ങളുമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. C5-ലൂടെ ജൂലൈ മാസം 31 മുതൽ തെലുങ്കു, ഹിന്ദി, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തത് ഒരു മലയാളം സൈക്കോളജിക്കൽ ഡ്രാമ മിസ്റ്ററി ത്രില്ലർ മൂവിയാണ് ബാലൻ. ചിദംബരത്തിന്റെ സംവിധാനത്തിൽ തുടങ്ങി വളരെയധികം പ്രേക്ഷക നിരൂപക പ്രശംസ നേടിയ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ ഡ്രാമ മൂവിയാണ് ബാലൻ. മഞ്ഞുമ്മൽ ബോയ്സിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്യുന്ന മൂവി ആയതുകൊണ്ട് പ്രേക്ഷകർ വളരെയധികം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ സിനിമ തിയേറ്ററിൽ നിന്നും മികച്ച അഭിപ്രായമാണ് നേടിയെടുത്തത്. കാണാതായ അമ്മയെ തേടിയുള്ള ഒരു കൗമാരക്കാരന്റെ ജീവിതകഥയാണ് ചിത്രത്തിന്റെ പ്രധാന പ്രമേയം. ടോവിനോ തോമസ്, ജീൻ പോൾ ലാൽ, അഭിരാം രാധാകൃഷ്ണൻ, ഗിരീഷ് എഡി എന്നിങ്ങനെയുള്ളൊരു വലിയ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. മലയാള സിനിമയിലെ ക്ലാസിക്കുകളിൽ ഒന്നായി ഇതിനോടകം തന്നെ ഇടം പിടിച്ച ബാലന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. ജൂലൈ മാസം 31 മുതൽ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തെലുങ്കു ഷോർട്ട് ഫിലിമാണ് ഡാർക്ക് ലൈറ്റ്. ഒരു മികച്ച സസ്പെൻസ് ത്രില്ലറായ ഈ സീരീസിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് ഗന്ധം ദീപ് സാഗർ ആണ്. അച്ഛന്റെയും മകളുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും പിരിമുറുക്കങ്ങളുമാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ പ്രധാന പ്രമേയം. C5-ലൂടെ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഒരു ഇൻവെസ്റ്റിഗേഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് ഉയർ. റോഷൻ മാത്യു പ്രധാന വേഷത്തിലെത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് M പത്മകുമാറാണ്. യഥാർത്ഥ പോലീസ് ഉദ്യോഗസ്ഥന്മാരായ ഷാജി മാറാട്ടും നിഖിൽ K മേനോനും ചേർന്നാണ് ഈ സിനിമയുടെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ബൈജു സന്തോഷ്, ശ്രുതി മേനോൻ, വിനോദ് സാഗർ, അതുല്യ ചന്ദ്ര എന്നിവരും ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നു. കേരള കർണാടക അതിർത്തിയിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ് കഥ നടക്കുന്നത്. ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കിണറ്റിൽ നിന്നും തിരിച്ചറിയപ്പെടാത്ത ഒരു സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തുന്നതും അത് തെളിയിക്കാനായി നടത്തുന്ന കേസന്വേഷണങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ഇതുവരെ ആരും തന്നെ സ്വന്തമാക്കിയിട്ടില്ല. നെറ്റ്ഫ്ലിക്സ് അല്ലെങ്കിൽ ആമസോൺ പ്രൈം വീഡിയോ സ്വന്തമാക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. ഓഗസ്റ്റ് മാസം OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്തതൊരു അമേരിക്കൻ മിസ്റ്ററി ത്രില്ലർ വെബ് സീരീസ് ആണ് ദ ഷാർട്സ്. ഈ സൈക്കോളജിക്കൽ മിസ്റ്ററി ക്രൈം ഡ്രാമ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവി ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ഓഗസ്റ്റ് മാസം 6 മുതൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു ഹിന്ദി കോമഡി ഡ്രാമ വെബ് സീരീസ് ആണ് ആദർശ് ബാൽ വിദ്യാലയ്. തമാശയും വൈകാരികമായ നിമിഷങ്ങളും ഒരേപോലെ കോർത്തിണക്കി ഒരു തകർന്ന സ്കൂളിനെ മാറ്റിയെടുക്കാൻ ഒരു കൂട്ടം മനുഷ്യർ നടത്തുന്ന പ്രതീക്ഷയുടെയും അതിജീവനത്തിന്റെ കഥയാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. ജൂലൈ മാസം 24 മുതൽ ഹിന്ദി, ഇംഗ്ലീഷ് ഭാഷയിൽ ആമസോൺ പ്രൈം വീഡിയോസിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മിലിറ്ററി ഡ്രാമ വെബ് സീരീസ് ആണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. 1999-ലെ കാർഗിൽ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സീരീസ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. 1999-ൽ ഇന്ത്യൻ എയർഫോഴ്സ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന കാർഗിൽ യുദ്ധത്തിൽ നടത്തിയ യഥാർത്ഥ വ്യോമാക്രമണ ദൗത്യമാണ് ഓപ്പറേഷൻ സഫേദ് സാഗർ. ലോക ചരിത്രത്തിൽ തന്നെ ഏറ്റവും ഉയർന്ന മലനിരകളിൽ വെച്ച് നടന്ന കഠിനമായ വ്യോമാക്രമണമാണിത്. ഒനീസൻ സംവിധാനം ചെയ്ത ഈ സീരീസിൽ അഭയ് വർമ്മ, മിഹിർ അഹൂജ, താരുഖ് റെയ്ന എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ഈ സീരീസ് നെറ്റ്ഫ്ലിക്സിലൂടെ ഓഗസ്റ്റ് മാസം 7 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ആക്ഷൻ ത്രില്ലർ വെബ് സീരീസ് ആണ് എലൈറ്റ് ഫോഴ്സ്. ആകെ 8 എപ്പിസോഡുള്ള ഈ സീരീസ് ജൂലൈ മാസം 22 മുതൽ നെറ്റ്ഫ്ലിക്സിലൂടെ ഹിന്ദി, തമിഴ്, തെലുങ്ക്, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിൽ OTT-യിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.